നമസ്കാരം. ഏതാനും ദിവസങ്ങൾക്കപ്പുറം വോട്ടെടുപ്പാണ് ഉത്തർപ്രദേശിലെ നഗീന ലോക്സഭാ മണ്ഡലത്തിൽ. ത്രികോണ മത്സരം മാത്രം കേട്ട് ശീലിച്ച ജനങ്ങളെ ഉത്തർപ്രദേശിലെ ഈ നഗീല മണ്ഡലത്തിലേക്ക് ആകർഷിക്കുന്നത് അവിടുത്തെ തീപാറുന്ന ചതുഷ്കോണ മത്സരം തന്നെയാണ്. ഇവിടുത്തെ ശക്തമായ മുസ്ലിം ദലിത് പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ കടന്നു കയറാൻ ശക്തിയായി പോരാടുകയാണ് വെറും 4 വർഷം മാത്രം പ്രായമുള്ള ആസാദ് സമാജ് പാർട്ടിയുടെ അധ്യക്ഷനായ ചന്ദ്രശേഖർ ആസാദ്. അവസാന ലാപ്പിൽ നഗീനയിൽ കളം നിറഞ്ഞതോടുകൂടിയാണ് SP, BSP, BJP നിരയിലേക്ക് ഈ ആസാദിന്റെ ഭീമാർമി കൂടി ചേർക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ നഗീന മണ്ഡലം ഇക്കുറി ചതുഷ്കോണ മത്സരത്തിന് സാക്ഷ്യം വഹിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. മായാവതിയുടെ BSPക്ക് ഉണ്ടായിരുന്ന സ്വാധീന വലയത്തിലേക്ക് ആസാദ് കടന്നു കയറാൻ തുടങ്ങിയിട്ട് കാലമേറെയായിട്ടുണ്ട്. 2019 തെരഞ്ഞെടുപ്പിൽ SP-യുമായി സഖ്യത്തിൽ ഏർപ്പെട്ടുകൊണ്ട് BSPയിലെ ഗിരീഷ് ചന്ദ്ര ആയിരുന്നു നഗീനയിൽ നിന്നും വിജയിച്ചു കയറിയത്. ഇക്കുറി BSP ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ BSPയുടെ സ്ഥാനാർത്ഥിയായി രംഗത്തെത്തുന്നത് സുരേന്ദ്രപാൽ സിംഗ് ആണ്. ഇനി BJPയിൽ നിന്നാവട്ടെ ഓംകുമാർ ആണ് എത്തുന്നത്. INDA സഖ്യത്തിന്റെ ഭാഗമായ സമാജ്വാദി പാർട്ടിയിൽ നിന്നും മനോജ് കുമാർ ആണ് നഗീനയിൽ മത്സരത്തിനിറങ്ങുന്നത്. ഈ 4 നേതാക്കളും വലിയ പാരമ്പര്യമുള്ള ശക്തരായ നേതാക്കൾ തന്നെയാണ്. ഇതിലൊരു താരം എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നത് ചന്ദ്രശേഖർ ആസാദിനെ തന്നെയാണ്. അതുകൊണ്ടാണ് നഗീന ഇക്കുറി വലിയ രാജ്യശ്രദ്ധ നേടുന്നത്. എന്തായാലും 6.75 ലക്ഷം വരുന്ന മുസ്ലിം വോട്ടർമാരും 3.5 ലക്ഷം വരുന്ന ദളിത് വോട്ടർമാരും മണ്ഡലത്തിൽ വളരെ നിർണായകമാണ്. ദളിത് ജാഡഫ് സമുദായം പരമ്പരാഗതമായി മായാവതിയെ പിന്തുണച്ചു പോന്നിരുന്ന കൂട്ടരായിരുന്നു. പക്ഷെ ഇക്കുറി അവരുടെ മുഴുവൻ പിന്തുണയും ആസാദിന് ഉറപ്പാക്കിയിട്ടുണ്ട്. 1.2 ലക്ഷം വരുന്ന സൈനി സമുദായത്തിന്റെ വലിയ പിന്തുണ BJPയും ഇക്കുറി ലക്ഷ്യമിടുന്നുണ്ട്. ഠാക്കൂർ പിന്തുണയും BJP കണക്ക് കൂട്ടുന്നുണ്ട് എങ്കിൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പടിഞ്ഞാറൻ UPയിലെ പലയിടങ്ങളിലും BJP അവഗണിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് ഠാക്കൂർമാർ രംഗത്തെത്തിയിരുന്നു. അവർ കലാപക്കൊടി ഉയർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആ വിഭാഗക്കാരനായതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തിരിഞ്ഞു കൊത്തൽ തങ്ങൾക്കുണ്ടാവില്ല എന്നുള്ള ആത്മവിശ്വാസം BJPക്ക് ഉണ്ട് താനും. എന്നാൽ ചതുഷ്കോണ മത്സരമല്ല ഈ നഗീനയിൽ നടക്കാൻ പോകുന്നത്, മറിച്ച് നേരിട്ടുള്ള മത്സരമാണ്. നഗീനയിലെ 70% ആളുകളും തങ്ങളെ തന്നെയാണ് പിന്തുണയ്ക്കുന്നതെന്നും 30% മാത്രമേ ബാക്കി 3 പാർട്ടികൾക്കും ഉള്ളൂ എന്നുമാണ് ചന്ദ്രശേഖർ ആസാദ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. നിലവിൽ എന്തായാലും ഈ മണ്ഡലത്തിൽ നിന്നുള്ള കാഴ്ചകളൊക്കെയും ദേശീയ മാധ്യമങ്ങളിലടക്കം ഇടം പിടിക്കുന്നുണ്ട്. ചന്ദ്രശേഖർ ആസാദിനെ കാണുന്നതിന് വേണ്ടി പോലും വലിയ ജനക്കൂട്ടം എത്തുന്നുണ്ട്. യുവാക്കളും പ്രായമുള്ള ആളുകളും ഇദ്ദേഹത്തിനൊപ്പം ചേരുന്നുണ്ട്. നമുക്കറിയാം, നേരത്തെ മോദിക്കെതിരെ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച ആളാണ്. അതിനു മുൻപ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യോഗിക്കെതിരെ പോരാട്ടത്തിന് ഇറങ്ങിയിട്ടുമുണ്ട്. അങ്ങനെ വലിയ പാരമ്പര്യമുള്ള, പലപ്പോഴും ആക്രമണത്തിനൊക്കെ ഇരയായിട്ടുള്ള ആൾ കൂടിയാണ്. നിലവിൽ എന്തായാലും ഈ നഗീന ആർക്കായിരിക്കും ഒരു പോസിറ്റീവായ വിധി എഴുതുക എന്നുള്ള കാത്തിരിപ്പാണ് രാജ്യത്തിനുള്ളത്. ഈ 4 പാർട്ടികളും BSPയും സമാജ്വാദി പാർട്ടിയും BJPയും അതിനോടൊപ്പം തന്നെ ചന്ദ്രശേഖർ ആസാദിന്റെ പാർട്ടിയും കൂടി വരുമ്പോൾ നഗീനയിൽ മത്സരം കടുക്കും എന്നുറപ്പാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.